50 നോട്ട് ബുക്കുകളുടെ വാങ്ങിയ വില 40 നോട്ട് ബുക്കുകളുടെ വിറ്റ വിലയ്ക്ക് തുല്യമെങ്കിൽ ലാഭശതമാനം എത്ര? നമുക്കിതൊരു ഉദാഹരണം എടുത്ത് ചെയ്യുന്നതാണ് സൗകര്യം. നമുക്ക് 50 നോട്ട് ബുക്കുകളുടെ വാങ്ങിയ വിലയായിട്ടൊരു സംഖ്യ എടുക്കണം. ആ സംഖ്യ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എടുക്കുന്ന സംഖ്യ 50 കൊണ്ടും 40 കൊണ്ടും ഹരിക്കാവുന്ന ഒരു സംഖ്യ ആയിരിക്കണം. അല്ലെങ്കിൽ 50ൻ്റെയും 40ൻ്റെയും ഒരു പൊതുഗുണിതമായിരിക്കണം. നമുക്ക് 200 എടുക്കാം. അപ്പോൾ 50 നോട്ട് ബുക്കുകളുടെ വാങ്ങിയ വില 200 എന്ന് കരുതുക. അപ്പോൾ ഒരു നോട്ട് ബുക്കിൻ്റെ വാങ്ങിയ വില എത്രയായിരിക്കും? 200/50. 200നെ 50 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 4 എന്ന് കിട്ടും. അപ്പോൾ ഒരു ബുക്ക് 4 രൂപയ്ക്ക് വാങ്ങി. ഇനി 40 നോട്ട് ബുക്കുകൾ വിറ്റതും ഇതേ വിലയ്ക്ക് തന്നെയാണ്, 200 രൂപയ്ക്ക്. അപ്പോൾ ഒരു ബുക്കിൻ്റെ വിറ്റ വിലയോ 200/40. 200നെ 40 കൊണ്ട് ഹരിച്ചാൽ 5 എന്ന് കിട്ടും. അപ്പോൾ 4 രൂപയ്ക്ക് വാങ്ങിയ സാധനം 5 രൂപയ്ക്ക് വിറ്റു. 1 രൂപയാണ് ലാഭം. ഈ 1 രൂപ വാങ്ങിയ വിലയായ 4ൻ്റെ എത്ര ശതമാനമാണെന്ന് കാണണം. 4 ഗുണം 100 കാണുക. 100നെ 4 കൊണ്ട് ഹരിച്ചാൽ 25. അപ്പോൾ ലാഭശതമാനം 25%. ശരി ഉത്തരം ഓപ്ഷൻ ബി.